മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ നിന്ന് കുറേ പേര് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാണാൻ തിരുവനന്തപുരത്ത് വരാറുണ്ട്. ജർമ്മനിയിൽ നിന്ന് വരാറുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരാറുണ്ട്. അവരെല്ലാം പറയാറുണ്ട്, ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലെ ആൾക്കാർക്ക് ഭയങ്കര ബഹുമാനമാണ്. ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധത്തിൽ വണ്ടി ഓവർ സ്പീഡ് ആവുകയോ ഏതെങ്കിലും വിധത്തിൽ നിയമലംഘനം നടക്കുകയോ ഒക്കെ ചെയ്താൽ അവരെ വെരിഫൈ ചെയ്തിട്ട് ഇന്ത്യക്കാരാണ് എന്ന് പാസ്പോർട്ട് നോക്കുമ്പോൾ മനസ്സിലായാൽ ഒരു ചെറിയ ഇതൊരിക്കലും സംഭവിക്കരുതെന്ന് പറഞ്ഞ് വാണിംഗ് കൊടുത്തു വിടും. ഒരു ആക്ഷനും സാധാരണ എടുക്കാറില്ല. ഇന്ത്യക്കാർ ഒരിക്കലും മനഃപൂർവ്വം ഒരു ദേശദ്രോഹമോ അല്ലെങ്കിൽ വ്യക്തിദ്രോഹമോ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചറിയാവുന്നത് കൊണ്ട് അങ്ങനെയാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ കുവൈറ്റിലെ യാത്രയിൽ കേട്ടത്, സൗദി അറേബ്യയിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കും പോകുന്ന ഇന്ത്യക്കാരാണെങ്കിൽ നേരെ അവർ പൊക്കോളാൻ പറയും അത്രേ. സൗദി പൗരന്മാരോട് പോലും പാകിസ്ഥാൻ പൗരൻ, ബംഗ്ലാദേശ്, ഇറാഖ്, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാരൊക്കെ അടിമുടി, സൗദിക്കാരാണെങ്കിൽ പോലും അടിമുടി പരിശോധിച്ചതിന് ശേഷമേ അകത്തേക്കോ പുറത്തേക്കോ വിടുള്ളൂ അത്രേ. പലപ്പോഴും മയക്കുമരുന്നുകൾ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് മിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എക്സ്റേയിൽ എടുത്ത് നോക്കിയിട്ടേ വിടുള്ളൂ. അടിമുടി. കുവൈറ്റിലെയും കാര്യം അത് തന്നെയാണ് പറഞ്ഞത്. മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസാധാരണ ബഹുമാനമാണ്. മിഡിൽ ഈസ്റ്റിലെ സൗദി അറേബ്യയിലെ വേറൊരാൾ പറയേണ്ടായി, എയർപോർട്ടിൽ വെച്ച് കണ്ട ആള്, ഫിലിപ്പീൻകാരനെ യു ഫിലിപ്പീനി യു കം ഹിയർ, യു ബംഗ്ലാദേശി യു കം ഹിയർ, യു പാക്കി യു കം ഹിയർ എന്ന് പറയൂ അത്രേ. ഇന്ത്യക്കാരനോട് അങ്ങനെ പറയില്ല, പേര് വിളിച്ച് റെസ്പെക്റ്റോടു കൂടിയേ പറയുള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രിയെയും നമ്മുടെ രാഷ്ട്രത്തിന്റെ വീക്ഷണത്തെയും ഒക്കെ ധന്യമായ രീതിയിൽ വിവരിക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. ഈ സൗദി അറേബ്യയിലെ രാജാവ് ഒരു കാരണവശാലും അവിടുത്തെ തൊഴിലാളികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ നിയമം പാലിക്കപ്പെടുമ്പോൾ ഒരു വിഭാഗത്തിനുണ്ടാവുന്ന വേദനകളെക്കുറിച്ചോ കൈകാര്യം ചെയ്യാറില്ല. അതിൽ പരിഹരിക്കാനായിട്ട് ഇറങ്ങാറുമില്ല. പക്ഷേ അവിടെ നിതാഖത്ത് തുടങ്ങിയ കാര്യങ്ങൾ വന്നപ്പോ ഇന്ത്യക്കാർക്ക് ഒരു പ്രശ്നവും വരാത്ത വിധത്തിൽ രാജാവ് നേരിട്ട് അതിൽ ഇറങ്ങി സൊല്യൂഷൻ എടുക്കുകയും ചെയ്തത് ആ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഭാഗമാണ്. മാത്രമല്ല, സൗദിക്കാർക്ക് ഇപ്പൊ മോഡി എന്ന് പറഞ്ഞ ഒരു ആദർശ പുരുഷനാണ്. മോഡി അറിയാത്തവർ വളരെ കുറവാണെന്ന്. അതേപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും എല്ലാവർക്കും അറിയാം, ഭാരതീയർ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല. അവര് വരുന്നു, അവരുടെ ജോലി ചെയ്യുന്നു, ഭംഗിയായിട്ട് പോകുന്നു. ഇപ്പോൾ പലപ്പോഴും ഇന്ത്യക്കാർക്ക് ലീഡർഷിപ്പ് കൊടുക്കാനും വളരെയധികം കൺസൾട്ടന്റ് ആക്കാനും ചീറ്റിങ്ങും ഫ്രോഡിങ് ഇല്ലാത്ത ഒരു വിഭാഗമാണ് എന്നൊരു അംഗീകാരം. ഞാനവിടെ എയർപോർട്ടിൽ പോയപ്പോഴത്തേക്കും അകത്ത് കയറിയപ്പോഴും പുറത്തേക്ക് വന്നപ്പോഴും ഒക്കെ പാസ്പോർട്ട് കണ്ട ഉടനെ പിന്നെ ഒരു തരത്തിലും ചോദിച്ചില്ല. എൻ്റെ മുമ്പിലുള്ള കുറേ പേരെടുത്ത് ബെൽറ്റും ഷൂസും ഒക്കെ ഊരാൻ പറ്റും. അപ്പോൾ അവിടെ ഇരുന്നുള്ള ആൾ പറയായിരുന്നു, ഒക്കെ ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും പോകുന്ന ഗ്രൂപ്പാണ് അഫ്ഗാനിസ്ഥാൻ. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കുള്ള ചെക്കിംഗ് ആണ്. ജനറലി ഇന്ത്യക്കാർക്ക് അത് സംഭവിക്കാറില്ല. ഇപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ശരിക്കും മുസ്ലിം രാജ്യങ്ങളാണ്. ഗുജറാത്തിലെ ഈ നരഹത്യക്ക് നേതൃത്വം നൽകിയ എന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളൊക്കെ പറയുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയില് ഒരുപക്ഷെ ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും സൗദി അറേബ്യയിലെയും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഈ ശ്രീ മോഡിക്ക് കിട്ടുകയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം, റഷ്യയുമായിട്ടുള്ള ബന്ധമൊക്കെ ലോകരാഷ്ട്രങ്ങളിൽ 50 രാഷ്ട്രങ്ങളിൽ പോയിട്ടുണ്ടാക്കിയ ബന്ധം, ആ ബന്ധമെല്ലാം ലോക ജനത വീക്ഷിക്കുന്നത് കൊണ്ട് ഒരു രാജ്യത്തിലെ ഏറ്റവും ഉന്നത ഭരണാധികാരിയിൽ ഉണ്ടാവുന്ന ജനങ്ങളുടെ വിശ്വാസം ജനങ്ങൾക്ക് എത്രത്തോളം അത് വ്യാപിക്കുന്നു എന്ന് കാണാൻ ശരിക്ക് അനുഭവം കൊണ്ട് സാധിച്ചു. അവിടെയെല്ലാം നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മളോട് കാണുന്ന ബഹുമാനം, ഒരുപക്ഷെ അവിടെ പ്രഭാഷണം നടത്തുമ്പോൾ ഇന്ത്യൻ അംബാസഡറോട് ബാക്കിയുള്ളവർക്കുള്ള ബഹുമാനം, ഇന്ത്യൻ എംബസിയോടുള്ള ബഹുമാനം,
ഇന്ത്യൻ അംബാസിഡർമാരുടെ പ്രവർത്തനത്തിൽ മാറ്റി വന്നിരിക്കുന്ന അടിമുടി മാറ്റം. ശരിക്കും ദുബായിൽ 2 ആഴ്ച മുമ്പ് പോയപ്പോഴത്തേക്കും ദുബായിലെ അംബാസിഡർ എല്ലാ ഭാരതീയ സംഘടനകളെയും വിളിച്ച് വരുത്തിയിട്ട് പറഞ്ഞു അത്രേ, ഈ എംബസി ഹാളില്, കോൺസുലേറ്റില് ഹാളുണ്ട്, നിരന്തരം പ്രോഗ്രാമുകൾ നടക്കണം, നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും നമ്മുടെ കലകളെക്കുറിച്ചും നമ്മുടെ ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ചും. എല്ലായിടത്തും പണ്ടൊരിക്കൽ സിംഗപ്പൂരിൽ പോയപ്പോൾ സിംഗപ്പൂരിലെ ഇന്ത്യക്കാർ പറയാറുണ്ട്, 24 മണിക്കൂറും അവിടുത്തെ ഇന്ത്യൻ അംബാസിഡർ വെള്ളം അടിച്ചുകൊണ്ട് ഒരു 11 മണിക്ക് വരും, 12 മണിക്ക് പോകും. എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 7-8 ദിവസമോ 3 ആഴ്ചയോ 4 ആഴ്ചയോ വേണ്ടി വരും. ഇപ്പം ലോകമെമ്പാടുമുള്ള എംബസി, ഇന്ത്യൻ എംബസി അംബാസിഡർമാര് അടിമുടി മാറിയിരിക്കുന്ന ഒരു കാഴ്ച. ഒരു തരത്തിൽ അല്പം നാരോ മൈൻഡഡ് ആയിട്ട് പറയുകയാണെന്ന് തോന്നുകയാണെങ്കിലും ഹിന്ദുക്കൾക്ക് ഹൈന്ദവ ധർമ്മം ഒരു മതത്തിന്റെ നിഴലിലല്ലാതെ സേവനത്തിന്റെ നിഴലിൽ കുവൈറ്റികൾക്കും അറബികൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന വീക്ഷണത്തിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കുമ്പോൾ ആ പ്രവർത്തിക്കുന്നവരുടെ മനസ്സിൽ ആത്മവിശ്വാസം ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ശരിക്കും അവർ ഭാരതത്തിൽ നടത്തുന്ന സേവനത്തെക്കാൾ വ്യാഴം വെള്ളി ശനി 3 ദിവസങ്ങളിൽ അവർക്ക് ഹോളിഡേ കിട്ടുന്ന ഏതോ 2 ദിവസത്തിൽ എല്ലാവരെയും അവർ സഹായിക്കുന്നു. ഇപ്പോ ഹിന്ദു എന്ന് പറയാനും ഹിന്ദുക്കൾ നന്മകൾ ചെയ്യുന്നവരാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാനും ഏത് സംഘടനാ പ്രവർത്തനവും ഭരണത്തെയോ അല്ലെങ്കിൽ ഭരണാധികാരികളെയോ എതിർക്കാനല്ല, അവരുടെ കർമ്മഭൂമിയായിട്ട് പ്രവർത്തിക്കുന്നു. അതിലെല്ലാവിധത്തിലുള്ള സഹായവും നൽകുന്ന ഒരു കാഴ്ച മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലും ഗംഭീരമായിട്ട് കാണുന്നതിൻ്റെ പരമ്പര ആയിട്ടുള്ള വിവരണങ്ങൾ ശരിക്കും ഒരു 5 മണിക്കൂർ പറഞ്ഞാലും തീരില്ല. ഒരു പുസ്തകം എഴുതാനുള്ള അത്രയും ഞാൻ കേൾക്കുകയുണ്ടായി. ഇത്ര ഗംഭീരമായിട്ട് അനുഭവം. ഒമാനിലും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ രാജാവ് കല്യാണം കഴിച്ചിട്ടില്ല, മകനില്ല, മക്കളില്ല, ആരുമില്ല. അപ്പൊ അച്ഛനെ കൊന്ന് ബന്ധുക്കൾ എന്നാണ് അധികാരമെടുക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഖത്തറില് രാജാവ് ഇംഗ്ലണ്ടിൽ പോയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. രാജാവ് ഇംഗ്ലണ്ടിൽ പോയിട്ട് അവിടുത്തെ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഖത്തറിലെ രാജാവിൻ്റെ മകൻ ഫോൺ വിളിച്ചു അത്രേ, ഇനി അച്ഛൻ വരണ്ട, രാജ്യകാര്യം ഞാൻ നോക്കിക്കോളാമെന്ന്. അപ്പൊ ഇങ്ങനെല്ലാം നടക്കുന്ന പഴയ ഇസ്ലാമിന്റെ ചരിത്രം പോലെ തന്നെ നടക്കുന്ന വേളയില് അതിൽ നിന്നെല്ലാം ഭിന്നമായിട്ട് ഹൈലി സ്റ്റെബിലിറ്റിയും സംസ്കാര സമ്പന്നവുമായ ഒരു രാഷ്ട്രത്തെയും രാഷ്ട്ര ജനതയെയും കാണാനും ഭാരതത്തെയും ഭാരതീയ പൈതൃകം വെച്ച് പുലർത്തുന്ന പൗരന്മാരെയും കാണാനും അവരുമായിട്ട് സഹകരിക്കാനുമുള്ള ഇസ്ലാം ജനതയുടെ അല്ലെങ്കിൽ ഇസ്ലാം രാഷ്ട്രങ്ങളുടെ ആ നന്മ നിറഞ്ഞ മനസ്സ് ശരിക്ക് അഭിമാനത്തോടു കൂടിയാണ് കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിച്ചത്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. പ്രണാമം, നമസ്കാരം.